സ്വർഗീയവിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തിരുപ്പൂരിൽ മെയ് 5 ചൊവ്വ. ശുശ്രൂഷ വൈകിട്ട് 6 മണി മുതൽ രാമസ്വാമി മുത്തമ്മാൾ കല്യാണ മണ്ഡപം, പല്ലടം, തിരുപ്പൂർ. ടോട്ടൽ ഗ്യാസ് പമ്പിന് സമീപം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ച ദയക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ യാത്രകളായിരുന്നു, ഉറക്കളപ്പായിരുന്നു. എനിക്ക് തോന്നുന്നത് എവറി ഡേ ഇറ്റ് വാസ് ഏർലി മോർണിംഗ്. 3:30-4 മണിക്ക് കിടക്കുക, രാവിലെ എഴുന്നേക്കുക, 3 hours ഓർ ഹാർഡ്ലി ലെസ് കിടക്കുക. റണ്ണിങ് ഇറ്റ് ഈസ് സോ എൻജോയിങ്. കർത്താവിൻ്റെ ദൈവപ്രവൃത്തി പലയിടത്തും കാണാനും, പലയിടത്തും the unity that is happening among the churches, അതിനെ കർത്താവ് എന്നെയും ഹെവൻലി ഫീസ്റ്റിൻ്റെ പ്രവർത്തകരെയൊക്കെ ഇൻസ്ട്രുമെൻ്റൽ ആക്കുന്നത് കണ്ട് വി ആർ വെരി ഹാപ്പി. വി ആർ സോ ഹാപ്പി. ഇന്ന് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്ന് വൈകുന്നേരം ട്രിവാൻഡ്രത്ത് പാസ്റ്റേഴ്സും കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന അൽമായക്കാർ, ശുശ്രൂഷകർ, അച്ഛന്മാർ, അവരെല്ലാം ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുക. എൻ്റെ ആഗ്രഹം നമുക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ശൈലി വേറെ ആയിരിക്കാം, വേറൊരാൾ പ്രവർത്തിക്കുന്ന വേറെ രീതിയിലായിരിക്കാം. ഡോക്ട്രിൻസിനകത്ത് പലപ്പോഴും മാറ്റം വന്നേക്കാം. പക്ഷേ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്: യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. യേശു ക്രിസ്തുവിന് എന്ന അടിസ്ഥാനത്തിലാണല്ലോ മുഴുവൻ സഭകളും പണിയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഖേദകരമായ കാര്യം, പലപ്പോഴും യേശുവിനെ പ്രസംഗിക്കുന്നവർ തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും കാണുമ്പോൾ അവർക്ക് പ്രൈസ് ദി ലോർഡ് വായിന്ന് വരുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചോദ്യം, ഇതിനേക്കാളും നല്ലത് യേശുവിനെ അറിയാതിരിക്കുമായിരുന്നു. wouldn't have it been better that we didn't know Jesus? യേശുവിനെ അറിയുകയും യേശു സ്നേഹമാണെന്ന് പ്രസംഗിക്കുകയും ഇപ്പുറത്ത് യാതൊരു തരത്തിലും കൂട്ടായ്മയില്ല, യാതൊരു തരത്തിലും ഐക്യതയില്ല. വചനം പറയുന്നത് ദൈവിക വളർച്ച, ദൈവം ഒരു വളർച്ച തൻ്റെ ശരീരത്തിന് ആകുന്ന സഭയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വളർച്ച ഉണ്ടാകുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാകുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവിക വളർച്ച പ്രാപിക്കും. നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളാണ് ഉള്ളത്. ചിലർ കണ്ണ, ചിലർ മൂക്ക, ചിലർ കയ്യ. ഇതൊന്നും കാണാത്ത ആന്തരിക അവയവങ്ങളുമുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ശരീരം നടക്കുന്നത്. തലയാകുന്ന ബ്രെയിൻ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ കൈ ചലിക്കുന്നു, കാല് ചലിക്കുന്നു. ഇതിനെ ഏകീഭവിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ എല്ലാം കൂടെ സിങ്ക്രണൈസ് ചെയ്യുന്നത് തലയാണ്. ആ തലയാകുന്ന ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ എൻ്റെ ആ ബൗണ്ടറിയൊക്കെ ഒന്ന് വിട്ട് ഐ ടു വോണ്ട് ടു കം, അങ്ങനെയുള്ളവരെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുക. നമുക്കൊന്നിച്ച് ഒരു രാത്രി പ്രാർത്ഥിക്കാം. രാത്രി 8 മുതൽ
നമ്മുടെ വർഷിപ്പും പ്രാർത്ഥനയും വെറും പ്രാർത്ഥനയായിരിക്കും. ആരും ലീഡ് ചെയ്യുന്നതല്ല, ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് എവ്രി വൺ. ആൻഡ് അമേസിങ് തിങ് വാസ്, ഞങ്ങളുടെ ശുശ്രൂഷകർ പോയി പല ചർച്ചസിലെ ശുശ്രൂഷകരെ കണ്ടപ്പം ദി റെസ്പോൺസ് ദാറ്റ് വാസ് ഹാപ്പനിങ് ഇസ് വെരി 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 ഗ്രേറ്റ്. ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ കൂടാൻ ഇടയായി തീർന്നു. ആ ഡൽഹിയിലെ പാസ്റ്റേഴ്സിൻ്റെ ഐക്യത, അവിടെ രാഷ്ട്രീയ ചലനങ്ങൾ പോലും ഉണ്ടാകാൻ സാധിച്ചു. കൊച്ചിയിൽ ഞങ്ങൾ കൂടാൻ ഇടയായി തീർന്നു. ഇറ്റ് വാസ് അമേസിങ്. എല്ലാവരും ഒന്നിച്ചു. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ വരുവാന്ന് പറയുമ്പം ഹെവൻലി ഫീസ്റ്റ് വരുവാന്നല്ല, എല്ലാ ശുശ്രൂഷകരും കൂടാൻ പോവുക. എൻ്റെ വ്യക്തിപരമായ ക്ഷണമാണിത്. വീടുകളിൽ മീറ്റിംഗ് നടത്തുന്ന ഉപദേശിമാർ, പാസ്റ്റർമാർ, നിങ്ങൾ ഒരു 2 പേരുടെ സഭയായിരിക്കും നടത്തുന്നത്, എന്നാലും നിങ്ങളൊരു ഇടയനാണ്. സോ അൽമായക്കാർ, കൂട്ടായ്മ നടത്തുന്ന എല്ലാവർക്കും വരാം. ഇതൊരു ഓപ്പൺ ക്ഷണമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ക്ഷണിക്കുന്നത്. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മൂവ് ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ ഇടയെ തീർത്ത് വീണ്ടും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം ഇൻവിറ്റേഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. സോ ഇന്ന് വൈകുന്നേരം ട്രിവാൻഡ്രം വെന്യൂ നമ്മുടെ സ്ക്രീനിലുണ്ട്, സമയം സ്ക്രീനിലുണ്ട്. ഐ വെൽക്കം യു ഇൻ ജീസസ് നെയിം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദൈവവചനത്തിലൊരു മനോഹരമായ ഒരു വചനമുണ്ട്. തിമോത്തിക്ക് എഴുതിയ ലേഖനം 1 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ സെക്കൻഡ് ഹാഫ്. That you know how you ought to conduct yourself in the house of God, which is the church of the living God, the pillar and ground of truth. സഭയെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുമ്പം ദൈവത്തിന്, സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് ഭൂമിയിൽ 2 ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഒന്ന് കുടുംബം, ഒരു ഭാര്യ ഭർത്താവ് ബന്ധം. 2 സഭ. ഇത് രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ യേശുവും തൻ്റെ മണവാട്ടിയും സഭയെ എങ്ങനെയാണോ ഭൂമിയിൽ ആയിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അത് എനാക്ട് ചെയ്യുന്നത്, ആ സ്നേഹം, ദീർഘക്ഷമ, സന്തോഷം. അതുപോലെ തന്നെ സഭയെക്കുറിച്ച് വചനം എങ്ങനെയാണ് പറയുന്നത്? ആൻഡ് ദ മെനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം വാഴ്ചകൾക്ക് വെളിവാക്കുന്നത് സഭ മുഖാന്തരമാണ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ. സഭയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? സഭയെന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭയെന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവസ്ഥ മാറി. എന്താ അവസ്ഥ മാറിയത്? ഇഗ്നറൻസ് മാറി. ആരാണ് സൃഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞു. ആ ഇഗ്നറൻസ് മാറിയ യേശുവിൻ്റെ കർത്താവെന്ന് പറയുന്ന ആൾ, ആ ശരീരം ശബ, ആ സഭയെക്കുറിച്ച് പറയുകയാണ്. ഇറ്റ് ഈസ് ദ ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത്. ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത്, പില്ലർ. 2 വാക്കാണ് സഭയെക്കുറിച്ച് പറയുന്നത്. ഒന്ന് പില്ലറാണ്, 2 ഗ്രൗണ്ട് ഓഫ് ട്രൂത്താ. ഫൗണ്ടേഷൻ ട്രൂത്താ, അത് യേശു. 2 അത് പില്ലറാണ്. നോ, ഏത് കെട്ടിടം പണിയുമ്പോഴും നമ്മൾ ആ കെട്ടിടത്തിൻ്റെ മുഴുവൻ വെയിറ്റ് വരുന്നത് ആ പില്ലറിൻ്റെ പുറത്താണ് വരുന്നത്. ആ പില്ലർ ഇല്ലെങ്കിൽ കെട്ടിടമില്ല. അപ്പോൾ ആ പില്ലർ എന്ന് പറയുന്നത് ആണ് സഭ എന്ന് പറയുമ്പോൾ ലോകം നിൽക്കുന്നത് സഭയുടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന ആ സമൂഹത്തിനോട് കൂടെയാണ്. എൻ്റെ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ പലപ്പോഴും ഇന്നത്തെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ടെലിവിഷനിലൂടെ കാണുക. എന്തൊരു അനീതിയാണ് നടക്കുന്നത്, എന്തൊരു അഴിമതിയാണ് നടക്കുന്നത്. നമുക്ക് തന്നെ ഒരു അവർഷനായി പോവുക രാഷ്ട്രീയത്തോട്. ഈ ദിവസങ്ങളിൽ ഞാൻ വാസ്തവത്തിൽ പ്രാർത്ഥിക്കുക ദാറ്റ് ഒരു പുതിയ മൂവ് എഴുന്നേൽക്കണം. നമ്മൾ വോട്ട് കൊടുത്തും എനിക്ക് തോന്നുന്നു കേരളം എന്ന് പറയുന്നത് ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ന് വരെയും 2-3 കൂട്ടർ ഭരിച്ച് അവർ ഇന്ന് വി ആർ സീയിങ് സംതിങ് വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ എനിമോർ. എന്നോട് കൂടെ യൗവനക്കാർ മുഴുവൻ
യൗവനക്കാർ മാത്രമല്ല, വിവിധ തുറയിലുള്ളവർ ഇടപെടാറുണ്ട്. എവ്രി വൺ ഹാസ് വൺ വേർഡ് ഇൻ ദർ മൗത്ത്, വി ആർ ഫെഡ് അപ്പ്. എന്നാൽ എൻ്റെ ചോദ്യം, യേശു പറഞ്ഞ ഒരു വാക്കാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാണ്. ഞാൻ വെളിച്ചമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ ഇരുട്ടാണ്, അവിടെ അനീതിയാണ്, അവിടെ ഇതാന്ന് പറയുന്നതിൻ്റെ പകരം ഈ വെളിച്ചമായി ഇരുട്ടിൽ പോയി നിന്നാൽ അവിടെയും വെളിച്ചമാകത്തില്ലേ? മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ ദിവസങ്ങളിൽ സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ലോകം വാസ്തവത്തിൽ സഭയുടെ തൂണിൻ്റെ മേലാണ് നിൽക്കുന്നത്, അഥവാ അതിൻ്റെ സ്ട്രെങ്ത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും വിശ്വാസികളെയും സഭകളെയും പീഡിപ്പിക്കുന്നവർക്ക് പോലും അറിയാൻ മേലാത്തൊരു സത്യം, ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടർ നിൽക്കുന്നത് കൊണ്ടാണ് സമൂഹം നിൽക്കുന്നത്. ദേ ആർ ദ പില്ലർ ഓൺ വിച്ച് യു ആർ സ്റ്റാൻഡിങ്. സഭ ലോകത്തിൻ്റെ സഹായത്തോടെയല്ല നിൽക്കുന്നത്, ലോകം നിൽക്കുന്നത് ഈ തൂണിൻ്റെ മേലാണ്. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ തൂണിന്മേലാണ് ലോകം ഇന്ന് നിൽക്കുന്നത്. അതാ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ആടുകളെ പോലെയാണ് ചെന്നായ്ക്കളുടെ മധ്യത്തിൽ വിടുന്നത്. യു ആർ ദ ലാം ദറ്റ് വിൽ ബ്രിങ് പീസ്. നമ്മുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ ഈ എല്ലാ ജില്ലകളിലും മെയ് 5-ാം തീയതി കൊല്ലം ജില്ലയിലെ മുഴുവൻ ഇടയന്മാരും ചെറിയ ചെറിയ ഭവനങ്ങളിൽ പോലും കൂട്ടായ്മ നടത്തുന്ന എല്ലാ ഉപദേശിമാരെയും ഞാൻ ക്ഷണിക്കുക. മെയ് 5-ാം തീയതി വി ആർ ഗോയിങ് ടു മീറ്റ് ഇൻ കൊയിലോൺ. ഇത് മുഴുവൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, സോ ദാറ്റ് ദ ഹോൾ കേരള വിൽ കം അണ്ടർ ദി അറ്റ്മോസ്ഫിയർ ഓഫ് പ്രെയർ. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഈ കേരളം മുഴുവൻ വരണം. ഈ കാണുന്ന ടെർമോയിലൊക്കെ ഒന്ന് മാറി, ലെറ്റ് us see a new നീതി സൂര്യൻ ഉദിക്കട്ടെ എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് കേരളം കാണട്ടെ. There are so many people who are waiting for a change. They are fed up with the system, and I really pray that it will happen, and I am going to move out to say we will do it together. We need a change and we will do it together. So സഭയെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി എൻക്ലോസ്ഡ് ഇൻ എ ബിൽഡിംഗ്. ഒരു 4 ചുവരിനകത്ത് ഒതുങ്ങിപ്പോകുന്നതല്ല, വെളിച്ചമാണ്. ഇത് തണ്ടിന്മേൽ വെക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വി ആർ ഹിയർ ടു പ്രൂവ് ടു ദ വേൾഡ് ഓർ പ്രൂവ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് പ്ലസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്ന് തെളിയിക്കാനായി ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് സഭ. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ആൻഡ് ദ മെനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് ഈസ് മാനിഫെസ്റ്റഡ്. വെളിപ്പെടുത്തുന്നത് സഭയാണ്. ആ വെളിപ്പെടുത്തുന്നത് ഒരു ഹോളിനകത്താണെങ്കിൽ ആരാ കാണാൻ പോകുന്നത്? അതുകൊണ്ട് തണ്ടിന്മേൽ വെക്കേണ്ടത്, വിച്ച് മീൻസ് ഇറ്റ് ഷുഡ് ബി ഷോൺ ടു ദ ഹോൾ വേൾഡ്. വാട്ട് ഈസ് റൈച്ചിയസ്നെസ്? ഒരു നീതി ഭരണം എന്താ? ഒരു നീതി പ്രവൃത്തി എന്താ? നീതിയോടെ നടക്കുന്നത് എന്താ? യേശു ക്രിസ്തുവിനെ കർത്താവായി വിശ്വസിച്ച് നമ്മളെ കർത്താവാക്കി വെച്ചിരിക്കുന്ന ആ വലിയ പദവി സഭ, അത് വെറുതെ തമ്മിൽ തല്ലാനോ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും വിമർശിക്കാനായിട്ടുള്ളതല്ല. ഒരു ശരീരത്തിൻ്റെ അവയം അടുത്ത ശരീരത്തിൻ്റെ അവയത്തെ വിമർശിക്കുക എന്ന് പറയുന്നതിൻ്റെ പേരാ ക്യാൻസർ. എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ തിന്ന് നശിക്കുക. അതിൻ്റെ പകരം സഭ ഒന്നിക്കുമ്പോൾ യേശു ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, പിതാവേ, ഞങ്ങൾ ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ മഹത്വം നൽകിയിരിക്കുന്നു. ദൈവ മഹത്വം വെളിപ്പെടും. ഒന്നാകുമ്പോൾ ദ ഗ്ലോറി ഓഫ് ഗോഡ് വിൽ കം. പിന്നീട് ദി അൺഇമാജിനബിൾ വിൽ ഹാപ്പൻ. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ തന്നെ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ്റർമിങ്കിൾഡ് വിത്ത് ഫാമിലി ലൈഫ്. അതിനെക്കുറിച്ചാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നത്. Therefore the church is subjected, a husband love your wives as Christ also loved the church and gave himself for her. Now ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, യേശു ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹം, അതാ കുടുംബജീവിതവും സ്നേഹവും കൂടെ കൂട്ടിക്കൊണ്ട് പറയാണ്. താൻ എത്രയാണ് സ്നേഹിച്ചത്? that he died for me. പലപ്പോഴും പലർക്കും തോന്നും ഐ എം ഇർറെലവൻറ്റ് എന്ന് തോന്നിയേക്കാം. എന്നെ ആരും അറിയുന്നില്ല. ഞാൻ ടി വി ഹെവൻലി ഫീസ്റ്റിൻ്റെ ടി വി പ്രേക്ഷക അല്ലെങ്കിൽ സംഗമം അല്ലെങ്കിൽ കുടുംബത്തിൽ പെട്ടതാണ്. പക്ഷേ എന്നെ ആരും അറിയുന്നില്ല. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി.
അത് ഇറെലവൻ്റ് ആയിട്ട് തോന്നിയേക്കാം. വളരെ മനോഹരമായ ഒരു വചനം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം, അതിൻ്റെ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 24-ാമത്തെ വാക്യം. ബട്ട് അവർ പ്രസൻറ്റബിൾ പാർട്സ് ഹാവ് നോ നീഡ് ബട്ട് ഗോഡ് കമ്പോസ്ഡ് ദ ഹോൾ ബോഡി. ദൈവമാണ് ഈ ഹോൾ ബോഡിയെ കമ്പോസ് ചെയ്യുന്നത്. 23-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ആൻഡ് ദോസ് മെമ്പേഴ്സ് ഓഫ് ദ ബോഡി വി തിങ്ക് ടു ബി ലെസ് ഓണറബിൾ, ഓൺ ദീസ് വി ബെസ്റ്റോ ഗ്രേറ്റർ ഓണർ, ആൻഡ് അവർ അൺപ്രസൻറ്റബിൾ പാർട്സ് ഹാവ് ഗ്രേറ്റർ മോഡസ്റ്റി. എന്ന് പറഞ്ഞാൽ വെളിയിൽ കാണുന്ന അവയവങ്ങൾക്ക് മനുഷ്യരുടെ കയ്യിൽ നിന്നും ബഹുമാനം കിട്ടുന്നുണ്ട്. ഗോഡ് കമ്പോസ് ദ ബോഡി ഹാവിങ് ഗിവൻ ഗ്രേറ്റർ ഓണർ ടു ദ പാർട്ട് വിച്ച് ലാക്സ് ഇറ്റ്, that there should be no ism in the body, that the members should have the same care for each other. Now, നമ്മുടെ പ്രസൻറ്റബിൾ പാർട്സ്, നമ്മൾ സാധാരണ അതിൽ ഒരാളെ കാണുമ്പോൾ നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ഫീച്ചേഴ്സാണല്ലോ എന്നൊക്കെ നമ്മൾ പറയുമ്പം ആരും പറഞ്ഞു കേട്ടിട്ടില്ല നല്ല കിഡ്നി ആയിരിക്കും, നല്ല ലിവർ ആയിരിക്കും. ഇത് അൺപ്രസൻറ്റബിളാണ്. അതെല്ലാം അകത്താണ്, വെളിയിരുന്നാൽ വൃത്തിയുടെ കാണാനും. പ്രസൻറ്റബിൾ പാർട്സിനാണ് എല്ലാ മനുഷ്യരുടെയും ഓണർ കിട്ടുന്നത്. പക്ഷേ രഹസ്യമായ അകത്ത് രാപ്പകൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങളുണ്ട്. വചനത്തിൽ പറയുകയാണ് ആ അൺപ്രസൻറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇതാ. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എൻ്റെ പ്രാർത്ഥന ആരും അറിയുന്നില്ല, പക്ഷേ എൻ്റെ പ്രാർത്ഥന കാരണമാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിൽ ചിലപ്പം ചിലർക്ക് വിഷമം കാണും. ഞാൻ ആ കസേര ഇടുന്ന ആരും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പ്രസൻറ്റബിൾ അഥവാ സുവിശേഷകർ, പാസ്റ്റേഴ്സ്, അവരെയൊക്കെ ആൾക്കാർ കണ്ട് ഓണർ ചെയ്യുന്നുണ്ട്. പക്ഷേ രഹസ്യമായി ചെയ്യുന്നവരെ ദൈവം നേരിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ആ ബഹുമാനം എന്ന് പറയുന്നത് ലോകം കാണുകയുള്ള ബഹുമാനം. ആരും കാണാതെ ഞാൻ ഇറെലവൻ്റ് ആണെന്ന് ഒരാൾ പോലും ഇറെലവൻ്റ് അല്ല. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കൊള്ളത്തില്ല, എന്നെ കർത്താവിന് ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ലോകത്തിൽ ജനിച്ചിട്ടില്ല. ഒരു അനാഥൻ. നമ്മൾ ചിലപ്പം പത്രങ്ങളിൽ വായിക്കാറുണ്ടല്ലോ, ഗാർബേജ് ബാഗിനകത്ത് ചവിട്ട് വേസ്റ്റ് ഇട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ കണ്ടു, ആരോ ഉപേക്ഷിച്ചു പോയി. നമ്മളതിനെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ്, അനാഥനെ നമ്മളാണ് പറഞ്ഞത്, പക്ഷേ അതിനെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിന് ആ കുഞ്ഞിന് ഒരു പർപ്പസോടെ അവിടെ കിടക്കുന്നത്, എഴുന്നേക്കുന്നത് ഹി ഹാസ്. ചിലർ സൂയിസൈഡ് നോട്ടൊക്കെ എഴുതി പറയും, എന്നെ ആർക്കും ആവശ്യമില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ഒടുക്കുക. ആര് പറഞ്ഞു? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് ഒരു ആവശ്യവുമില്ല, എൻ്റെ ഭർത്താവിന് എൻ്റെ ആവശ്യമില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ആവശ്യമില്ല, കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് മനസ്സിൽ പോലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, യു ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ്. നിങ്ങൾ വെറുതെ ഈ ഭൂമിയിൽ വന്നതല്ല, ഒരാൾ അയച്ചതാണ്. ആ നിങ്ങളെക്കൊണ്ട് ഒരു വലിയ ദൗത്യം ചെയ്യാനുണ്ട്. അത് രഹസ്യമായിരിക്കാം, ആരും കാണുന്നില്ലായിരിക്കും, ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ അപ്രിസിയേഷൻ തക്ക സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വരും. ഞാൻ മിനിസ്ട്രിയിൽ ഇറങ്ങുന്ന സമയത്ത് ആരും കാണിക്കാനോ ബോധിപ്പിക്കാനോ അല്ല, ഹോളിൽ പോയി കഴുകുകയും കസേര കഴുകുകയും വൃത്തിയാക്കുകയും സന്തോഷമായിരുന്നു. ആരും കാണുന്നില്ല, ആരും പുകഴ്ത്തുന്നില്ല. പക്ഷെ നോക്ക്, രഹസ്യമായി ചെയ്തത് മുഴുവൻ ഇന്നും അതിൻ്റെ മാന്യതയാണ് കർത്താവ് ഇന്നും തന്നിരിക്കുന്നത്. എന്ത് ചെയ്യാനും മടിയില്ലാതെ കർത്താവിന് വേണ്ടി വഴി കൂടെ നടക്കണോ, അവിടെ തൂത്തുവാരണോ, എന്തിനും തയ്യാറായി. ഞാൻ ആദ്യ 3 വർഷം നൈനിയിലായിരുന്നു, അലഹബാദിൽ. അവിടെ രാത്രികളിൽ ജീസസ് ഫിലിം കാണിക്കും, ഗ്രാമങ്ങളിൽ പോകും. അന്ന് കിടക്കുന്നത് കുടിലിനകത്ത്, അവിടെ ചാണകം മെഴിഞ്ഞ വീടുകളിൽ കിടക്കും. 3-4-5 മാസത്തോളം അവിടെ നിൽക്കും, പിന്നെയും തിരിച്ചിവിടെ വരും. അങ്ങനെ ഒരു ഇറ്റ് വാസ് എ ജോയ് ഫോർ മീ. ബട്ട് ലുക്ക് അറ്റ് ദ ഓണർ വിച്ച് ഗോഡ് ഹാസ് ഗിവൺ മീ. ഇന്ന് അർഹിക്കാത്ത വലിയ പദവിയും സ്ഥാനവും കർത്താവിൻ്റെ മുമ്പിൽ എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവിന് ആരെയും വേണ്ട എന്ന് പറയുന്ന ആളില്ല. എല്ലാവർക്കും കർത്താവ് അയച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ സീഡ്, അതുകൊണ്ടാണ് പലരും താരതമ്യപ്പെടുത്തുമ്പോഴാണ് അവർ പരാജയമാണെന്ന് അവർക്ക് തോന്നുന്നത്. നോക്കി, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി, ഞാനിപ്പോഴും ഒന്നും ആയിട്ടില്ല. അത് സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കമ്പയറിങ് സമ്മൺ എൽസ്. സക്സസിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്താണോ, ഏത് ദൗത്യത്തിലാണോ എന്നെ ഭൂമിയിൽ അയച്ചത്, ആ ദൗത്യത്തിൽ ഞാൻ മുന്നേറുന്നതാണ് സക്സസ്. ഐ എം യുണീക്ക്, ഞാൻ പെർഫെക്റ്റാണ്.
കർത്താവ് യേശുവിനെ അറിയുമ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അല്ലാതെ യേശുവിനെ അറിഞ്ഞ ഉടനെ ഒരു മതത്തിൻ്റെ ഭാഗമാകുമല്ല. ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ക്രിയേഷനും കർത്താവിൻ്റെ എന്നോടുള്ള സ്നേഹവും എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് ഇതെല്ലാം വെളിപ്പെട്ട് വരുക. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല, ഒത്തിരി പേരുടെ ഹൃദയത്തിൽ എന്നെ വേണ്ട, എന്നെ ആർക്കും സ്നേഹിക്കുന്നില്ല എന്ന വിചാരം വരരുത്. കർത്താവ് ആയ യേശു ക്രിസ്തുവിന് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ അകത്തൊരു താലന്തും ഉണ്ട്, അതിനെ യൂസ് ചെയ്യണം. ആരും അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും കർത്താവായ യേശു അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ് us walk in that love. Let us walk in that conviction that Jesus Christ loves me. I am very important person in the kingdom of God. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമ്മൾ ഒന്നിച്ച് സമൂഹമായി പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യം നടക്കും. ഒന്ന്, സൗഖ്യങ്ങൾ വേണ്ടിയവർക്ക് സൗഖ്യം നൽകും, പുതിയ വഴികൾ കർത്താവ് തുറക്കും, വാതിലുകൾ കർത്താവ് തുറക്കും. രണ്ട്, ഒരു പൊളിറ്റിക്കൽ നീതിക്കായുള്ള അവേക്കണിങ്ങും കേരളത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് എന്നോട് പ്രാർത്ഥിക്കണം. സംതിങ് ഗ്രേറ്റ് വിൽ ഹാപ്പൻ. പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ മേലാത്ത ഒരു കാര്യവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ദയക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിലുള്ള വേദനകൾ മാറട്ടെ. പുതിയ വഴികളും വാതിലും തുറക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിൽ പോകാൻ എല്ലാം റെഡിയായി, പക്ഷേ മെഡിക്കൽ ചെക്കപ്പിൽ അതിനെ റിജക്റ്റ് ചെയ്ത് നിർക്കുന്ന ആരോ എന്നെ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ശാരീരികമായ ആ ലങ്സിൻ്റെ പ്രോബ്ലം പൂർണ്ണമായി മാറട്ടെ. സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ മെഡിക്കൽ ചെക്കപ്പിൽ കർത്താവെ അത് ഓക്കെ എന്ന് പറഞ്ഞ് വിദേശത്ത് പോകുവാൻ കർത്താവ് വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ അവേക്കനിങ് ഉണ്ടാകട്ടെ. പുതിയ ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നീതിക്ക് വേണ്ടി നിൽക്കുന്നവർ പുതുമുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നവനാകിയാൽ യേശുവിൻ്റെ നാമത്തിൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ലെറ്റ് ന്യൂ റൈച്ചിയസ് പീപ്പിൾ ആർ റൈസ് ഇൻ പൊളിറ്റിക്സ്. കുറ്റം പറഞ്ഞ് മാറി നിൽക്കാതെ ലെറ്റ് us ഗോ ആൻഡ് ഷോ വാട്ട് ഈസ് റൈറ്റിയസ്നെസ്. നീതി ഭരണം എന്താണെന്ന് തെളിയിക്കുന്ന നിലയിൽ പുതുമുഖങ്ങൾ കേരളത്തിലെമ്പാടും എഴുന്നേൽക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണും വരെയും കർത്താവിൻ്റെ സകല കൃപകളാലും നന്മകളാലും നിറയ്ക്കണം. ഡോണ്ട് ഫോർഗെറ്റ്, യു ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ ഗോഡ്. ഗോഡ് ബ്ലെസ് യു. Hypertension, diabetes is the number one cause of kidney related, which means diabetes ഉള്ളവരും ബ്ലഡ് പ്രഷർ ഉള്ളവരും കൂടുതൽ സൂക്ഷിക്കണം. അതെ, അവരുടെ ഡയബറ്റീസ് മാനേജ് ചെയ്യാനും. അതെ, ഇത് കൂടാതെ വാട്ട് ആർ ദി അതർ കോസസ് വെയർ യു വുഡ് സേ നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കണം, നിങ്ങൾ കുറച്ചുകൂടെ കോഷ്യസ് ആകണം എന്നൊക്കെ പറയുന്ന ഏരിയാസ് ഏതൊക്കെയായിരിക്കും? അതായത് ഇപ്പം ഒരു ഉദാഹരണം എടുക്കാം. ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെന്ന് വിചാരിച്ചു. അതിൽ 2 പേർക്ക് കിഡ്നി ഡിസീസ് ഉണ്ട്, 2 പേർക്കുള്ളത് കൂടുതലാണ്. അപ്പോൾ ഒരു 35-ാം വയസ്സിൽ അത് നോക്കി അത് പോയി സ്ക്രീൻ ചെയ്തപ്പോൾ അവർക്കൊരു ഹെറിഡിറ്ററി കിഡ്നി ഡിസീസ്. അപ്പോൾ ഹെറിഡിറ്ററി കോസസ് കൊണ്ടും കഞ്ചനിറ്റലായിട്ട്, അതായത് വോംബിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കിഡ്നി ഡിസീസ് വരാം. ഡെവലപ്മെൻറ്റ് നോർമൽ അല്ല, അങ്ങനെയുള്ളതും വരാം. അതായത് കഞ്ചനിറ്റൽ കിഡ്നി ഡിസീസ്. അപ്പോൾ ഹെറിഡിറ്ററി, കഞ്ചനിറ്റൽ. പിന്നുള്ള ഡ്രഗ് യൂസ് കൊണ്ടുള്ള കിഡ്നി ഡിസീസ് വരും. പിന്നുള്ളത് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB കിഡ്നിയിൽ അഫക്റ്റ് ചെയ്യാം, മലേറിയ കിഡ്നിയിൽ അഫക്റ്റ് ചെയ്യാം, ക്രോണിക് മലേറിയ ക്യാൻ അഫക്റ്റ് ദ കിഡ്നി. ഇതൊക്കെ ഇൻഫെക്ഷൻസൊക്കെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസുകാർക്ക്, അത് വളരെ കെയർഫുള്ളായിട്ട് പിന്നെയും ഞാൻ ഡയബറ്റീസിനെ ഹൈലൈറ്റ് ചെയ്യാം. ഡയബറ്റീസുകാർക്ക് അവർക്ക് ന്യൂറോപ്പതി വരും, കാലയിൽ മരവിപ്പും തരിപ്പുക, അവർ വഴിയിലിറങ്ങി നടക്കും, കാലയിലൊരു മുറി ഉണ്ടാകും, അവരത് നോക്കത്തില്ല, അവർക്ക് അതിനകത്ത് വേദന വരത്തില്ല, അത് ഇൻഫെക്ഷനാകും. ആ ഇൻഫെക്ഷനൂടെ കിഡ്നി വരാം. അതിനാ പറയുന്ന ഡയബറ്റിക് കിഡ്നിയുടെ മേളിൽ പോസ്റ്റ് ഇൻഫെക്റ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയും. അത് മാത്രമല്ല, ഡയബറ്റീസുകാർ കിഡ്നി ഡിസീസ് ഉള്ളവർ പോയി മരുന്നുകൾ ചിലർ പറയുമോ ഞാൻ ആയുർവേദ മരുന്നാണ് കഴിക്കുന്നത്, ഞാൻ ഹോമിയോപ്പതി മരുന്നാണ് കഴിക്കുന്നത്. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒന്നും നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് കിഡ്നിയിലുണ്ടാകുന്നത്. അപ്പം ഇൻഫെക്ഷൻസ് വരാം. പിന്നെ കിഡ്നി സ്റ്റോൺസ് നമ്മുടെ നാട്ടിൽ അൺകോമൺ അല്ല. സ്റ്റോണ് ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും, അത് വളർന്ന് കിഡ്നിയെ ഡാമേജ് ചെയ്യും, ഒബ്സ്ട്രക്ഷൻ വരുത്തുക, അത് വേറൊരു കോസ്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെല്ലാം HIV AIDS ഒത്തിരിയുണ്ട്. അങ്ങനെയുള്ളവർക്കും സ്പെസിഫിക് കിഡ്നി ഡിസീസ് വരാം. അപ്പം കോമൺ ഞാൻ ഒന്നുകൂടെ എന്യൂമറേറ്റ് ചെയ്യുക: ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ,
ഡ്രഗ് യൂസ്, അൺനോൺ കിഡ്നി ഡിസീസ്, അതായത് ആന്ധ്രയിലും ശ്രീലങ്കയിലും അൺനോൺ കിഡ്നി ഡിസീസ്. എന്താ കാരണമെന്ന് അറിയത്തില്ല ഇതുവരെ, അതിന് കാരണം കണ്ടുപിടിച്ചിട്ടില്ല. ആയിരത്തിലോളം ആളുകൾക്ക് കിഡ്നി ഫെയിലിയർ വന്ന് മരിക്കുന്നുണ്ട് ഈ ശ്രീലങ്കയിൽ. അതുകൊണ്ട് ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് കോൾഡ് സ്പെസിഫിക് ടു എ കൺട്രി, ബട്ട് വി ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അതല്ലാതെ പിന്നുള്ളത് ഒബ്സ്ട്രക്ഷനും കഞ്ചനിറ്റലും ഹെറിഡിറ്ററിയും പിന്നെ ഇൻഫെക്ഷൻസ്. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തിരുപ്പൂരിൽ മെയ് 5 ചൊവ്വ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. രാമസ്വാമി മുത്തമ്മാൾ കല്യാണ മണ്ഡപം, പല്ലടം, തിരുപ്പൂർ റോഡ്, ടോട്ടൽ ഗ്യാസ് പമ്പിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോയമ്പത്തൂരിൽ മെയ് 6 ബുധൻ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. ഗുജറാത്തി സമാജ് ഓഡിറ്റോറിയം, മേട്ടുപാളയം റോഡ്, RS പുരം, സെൻട്രൽ തിയേറ്ററിന് സമീപം. तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरण